നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര പേരുണ്ടാകും? വല്ല കണക്കുണ്ടോ? ഒരു കണക്കില്ല. എന്നാൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നാൽ നമുക്ക് വേണ്ടി അള്ളാഹു മലക്കുകളെ ദുആ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്ന 10 കാര്യങ്ങളുണ്ട്. 10 സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, 10 സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു മലക്കുകളെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിതത്തിൽ, മരണത്തിൽ, മരണാനന്തര ജീവിതത്തിൽ മലക്കുകളുടെ ശുപാർശയും മലക്കുകളുടെ പ്രാർത്ഥനയും കിട്ടുന്ന അത്ഭുതത്തിന്റെ 10 സന്ദർഭങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവരും എത്തിയില്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ദുനിയാവിൽ എപ്പോഴും ആഗ്രഹിക്കുക, ആരെ കണ്ടാലും നമ്മൾ പറയുക, ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിൽ നിങ്ങളൊന്ന് കമന്റ് എടുത്ത് നോക്കിയേ. ഏറ്റവും കൂടുതൽ കമൽ വരുന്ന ഒരൊറ്റ വാക്കാണ്, ഉസ്താദെ ദുആ ചെയ്യണം. വഅലിന് പോയാലും ആളുകൾ പറയും, ഉസ്താദെ ദുആ ഇറക്കണം. ദുആ നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് ദുആ ചെയ്യുന്ന തലമുറകൾ, നമ്മുടെ ഭാര്യ ഭർത്താവിന് വേണ്ടിയോ, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയോ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയോ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയോ ദുആ ചെയ്യോ? ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ദുആ ചെയ്താലായി, പക്ഷേ മരണപ്പെട്ടാൽ അവരൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുള്ള ഉറപ്പുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഉമ്മ മരണപ്പെട്ട വർഷങ്ങളായവരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായവരുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ദുആരുന്നു, അപ്പൊ വല്ലപ്പോഴും ദുആയിൽ ഉൾപ്പെടാറുള്ളൂ എന്ന് പലപ്പോഴും ചിന്ത. റച്ചവനെ, ഇന്ന് ഉമ്മാക്ക് വേണ്ടി യാസീൻ ഓതിയില്ലല്ലോ, ഇന്ന് ഉമ്മാക്ക് വേണ്ടി ഫാത്തിഹ ഓതിയില്ലല്ലോ, ഇന്ന് ഉമ്മാക്ക് വേണ്ടി ദുആരുന്നില്ലല്ലോ എന്ന് നമുക്ക് ചിന്ത വരാറില്ലേ? അതുമല്ല, നിബിധങ്ങൾ പറഞ്ഞതുപോലെ പള്ളിക്കാട്ടിൽ കബറിൽ കിടക്കുമ്പോൾ ചില ഉമ്മമാരെ കരയുന്നാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന മകനെ കണ്ടിട്ട്, പടച്ചവനെ, ഈ മകനെയാണല്ലോ 10 മാസം ഞാൻ ചുമന്നത്, എനിക്ക് വേണ്ടി ഒരു സലാം പറയാൻ ആ മോന് കഴിയുന്നില്ലല്ലോ, ഒരു ഫാത്തിഹ ഓതാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ. ആരാണ് മലക്കുകൾ? അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അവരെ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിനാലാണ്. അവർക്ക് ഒരൊറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. എന്തേ? നമ്മൾ മദ്രസ ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ മലക്കുകൾ കുടുംബമില്ല, മക്കളില്ല, ഒന്നുമില്ല. സദാസമയം പടച്ചവൻ ഇബാദത്താണ്. വേറെ ഒന്നും അവർക്കില്ല. നാവിൽ, വർത്തമാനത്തിൽ, നോട്ടത്തിൽ, കേൾവിയിൽ, എല്ലാത്തിലും എന്താണ് അവർക്കുള്ളത്? അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക. ഫുൾ ഡ്യൂട്ടി ഇബാദത്താണ്. തീറ്റയില്ല, കുടിയില്ല, ഒന്നുമില്ല. ഇബാദത്ത്, ഇബാദത്ത്, ഇബാദത്ത്. നമുക്കോ തീറ്റയേ ഉള്ളൂ, കുടിയുള്ളൂ, ഇബാദത്തില്ല. പക്ഷെ മലക്കുകൾ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഇതൊന്നുമില്ല, അള്ളാഹ് ഇബാദത്ത് എടുക്കുക. ആ മലക്കുകളുടെ ദുആ കിട്ടിയ എന്താ നേട്ടം? നബിതങ്ങൾ പറഞ്ഞു, മലക്കുകളുടെ ദുആ കിട്ടിയാൽ ആ മനുഷ്യൻ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗ്ഗം വാങ്ങി തരുന്ന, മലക്കുകളുടെ ദുആ കിട്ടുന്ന, ആര് ദുആ ചെയ്തില്ലെങ്കിലും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിതങ്ങൾ പറഞ്ഞ 10 സന്ദർഭങ്ങൾ. ഈ 10 സന്ദർഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരിക്കലും ദുനിയാവിലും പരാജയപ്പെടൂല, ആഖിറത്തിലും പരാജയപ്പെടൂല. ഒന്നാമത്, അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനി അത് അറിയില്ലേ, ബിസ്മി എന്ന് പറഞ്ഞെങ്കിൽ ഇറങ്ങ്, അല്ലെങ്കിൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറയും. ഈ ദിക്ർ നിങ്ങൾ പറഞ്ഞിറങ്ങിയാൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ പതിവാക്കണം. ഒന്നാമത്തെ സന്ദർഭം, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒന്നാമത്തെ സന്ദർഭം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല, അറിയാം ചെയ്യാറില്ല, മറന്നു പോകാറുണ്ട്. പാടില്ല. അത് നമ്മൾ ഡോറിൽ എഴുതി ഒട്ടിക്കണം, കവാടത്തിൽ എഴുതി ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഗേറ്റിന് അവിടെ എഴുതി വെക്കണം. അപ്പൊ നമ്മൾ ഓർമ്മ വരും. വീട് വൃത്തിയേടാവുന്ന പോലെ ചിന്തിക്കാതിരിക്കേണ്ട, അത് എഴുതി തന്നെ വെച്ച് പഠിക്കണം. 10 ദിവസം ചൊല്ലുമ്പോൾ 11 ഓട്ടോമാറ്റിക്കായിട്ട് വരും. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം. അപ്പൊ ഒന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് വുളുവോടുകൂടി ആ മുസല്ലയിൽ അല്പസമയം ഇരിക്കൽ. നമ്മൾ സമയമില്ല, നമ്മൾ രണ്ടാമത്തെ സ്ഥലം അടുക്കളയിലാ വീട്ടണേ, രണ്ടാമത്തെ സ്ഥലം പള്ളിയുടെ പുറത്താ വീട്ടണേ, ഇല്ലേ? സമയമില്ല എന്ന നബിതങ്ങൾ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞു, ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞു, ആ മുസ്കാരം ഉമ്മമാരെ, പള്ളിയിലാണെങ്കിൽ സഹോദരങ്ങളെ, വാപ്പമാരെ, പള്ളിച്ചകത്തോടുകൂടി നിങ്ങൾ അല്പസമയം ഇരുന്നാൽ, ദിക്റിലായി, ഖുർആൻ പാരായണങ്ങളുമായി, സ്വലാത്തിലായി, ദുആയിലായി അല്പസമയം നിങ്ങൾ ഇരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. സമയമില്ല, നമുക്ക് ഓട്ടപ്പാച്ചിലാണ്. ചിന്തിച്ചു നോക്കി, നമ്മൾ ഇരിക്കാറുണ്ടോ? നമ്മൾ വേഗം ഇറങ്ങി പോവാണ്, അല്ലെ? ഒരു മുത്തലും ഒരു തടവലും ഇറങ്ങി പോക്കുവാണ്. അള്ളാഹ് കാക്കട്ടെ. രണ്ടാമത്തെ ദുആ ചെയ്യുന്നത് നിസ്കാര മുസല്ലയിൽ, നിസ്കാര ശേഷം ഉളുവോട് കൂടി ഇരിക്കുക. മൂന്നാമത്തെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒളോടുകൂടി വിരിപ്പിലേക്ക് ചെന്ന് കിടന്നാൽ അവന് വേണ്ടി അള്ളാഹുവിന്റെ മാലാഖമാര് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒളോടുകൂടി മുസല്ലയിലെ വിരിപ്പിലേക്ക് ചെല്ലുക. ഉസ്താദെ, ഒളോടുകൂടി പോകുമ്പോൾ ഭർത്താവ് തൊട്ട ഒളു മുറിയൂലേ? ഭർത്താവിന്റെ അടുത്താണ് കിടക്കുക. പക്ഷെ കിടക്കാൻ ചെല്ലുമ്പോൾ ഒളു ഉണ്ടാവണം. ഭർത്താവ് തൊടട്ടെ തൊടാതിരിക്കട്ടെ, ഒളു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ. മുറിയുന്തോറും ഒളു എടുക്കാൻ പിന്നെ സുബഹി വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ, അത് പ്രശ്നമില്ല. അതല്ല, ചെല്ലുന്നു, കിടക്കയിലേക്ക് ചെന്നിരുന്ന് ഒളുവോടുകൂടി ചെന്നിരുന്ന് ഓതാനുള്ള ആയത്തുൽ കുർസിയും ആമന റസൂലും അതൊക്കെ ചൊല്ലി നമ്മൾ കിടന്നു. ഭർത്താവിന്റെ അടുത്താണ് തൊലിതമ്മെ തട്ടി ഒളു മുറിഞ്ഞു, പ്രശ്നമില്ല. പക്ഷെ കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നാൽ ഒളു ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്. നാലാമത്തത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മയ്യിത്തിന്റെ ചാരത്ത് നിങ്ങൾ ഇരുന്ന് ദുആ ചെയ്താൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരപ്പ് വീട്ടിൽ പോയിട്ട് എന്നാലും മരിച്ചു പോയല്ലോ റബ്ബേ, ഇന്നലെ ഞാൻ കണ്ടതാ മരിപ്പൂട്ടിലെ വർത്താനം, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ റബ്ബേ. ചെന്ന് കാണുന്നു, ഇങ്ങനെ നോക്കി നിൽക്കാണ്. വേണ്ട ഉമ്മമാരെ, ആ മയ്യത്തിന്റെ ചാരത്ത് ചെന്ന്, സഹോദരിമാരാണ്, കാണാൻ അർഹതപ്പെട്ടവരെ കാണാവുള്ളൂ. നാട്ടിൽ മരിച്ച എല്ലാ മരിപ്പുകളും കാണാൻ നമുക്ക് അനുവാദമില്ല. ജീവിച്ചിരുന്നപ്പോ കാണൽ അനുവാദമുള്ള ആരാണോ അവരെ നമുക്ക് കാണാം. അവരെടുത്ത് പോയി, സഹോദരി മരണപ്പെട്ടു, ഉമ്മ നീ അടുത്ത് പോയി ഒരു ഫാത്തിഹ ഓതി, ഒരു യാസീൻ ഓതി, മലയാളത്തെ അറിയാവുന്ന പോലെ നീ ദുആ ചെയ്ത മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, അന്യ സ്ത്രീയാണ് മരിച്ചത്, പോകരുതേ. നീ കാണാൻ നീ പോകണ്ട. ആ വീട്ടിലേക്ക് ചെല്ലുന്നു, എന്നിട്ട് സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കുന്നു, എന്നിട്ട് നീ ഒരു ദുആ ചെയ്യുന്നു, നിനക്ക് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അഞ്ചാമത് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. എപ്പോ നബി തങ്ങളുടെ പേര് കേട്ടാലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോ സ്വലാത്ത് ചൊല്ലിയാലും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടിയല്ല, നമ്മൾ ദുആരക്കാണ്. പടച്ചവൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, എല്ലാ ദുആ എന്നിട്ട് അവസാനം നമ്മൾ പറയുന്നു, അല്ലാഹുവേ ഫലസ്തീനിലെ ഗസയുടെ മക്കളെ നീ കാക്കണയല്ലാ, ലോക മുസ്ലിമീങ്ങളെ കാക്കണയല്ലാ, അല്ലാഹുവേ ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കണയല്ലാ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ ഉറപ്പായും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നിങ്ങൾ പറഞ്ഞ ആദം നബി മുതൽ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സ്വാലിഹീങ്ങളും ചെയ്ത സൽപ്രവർത്തനങ്ങളുടെ കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. എന്തേ? മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഏഴാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളുടെ വീടിന്റെ പരിസരത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളുണ്ട്, ആ രോഗികളെ കാണാൻ നിങ്ങൾ പോയാൽ മലക്കുകൾ ദ്വാരക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ദ്വാരക്കുന്നാണ്. ആലോചിക്കെ, നമ്മുടെ കുടുംബത്തിൽ എത്ര രോഗികളുണ്ട്, നമ്മൾ മൈൻഡില്ല. നമുക്കറിയില്ല. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടിൽ ആര് രോഗികളുണ്ടോ, രോഗ സന്ദർശനം നടത്തിയാൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എട്ടാമത് നബി തങ്ങൾ പറഞ്ഞു, മറ്റുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ, പള്ളിക്ക് വേണ്ടി, യത്തീംഖാനയ്ക്ക് വേണ്ടി, യത്തീമീങ്ങൾക്ക് വേണ്ടി, സാധു പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ 1 രൂപ കൊടുത്താൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒൻപതാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്നറിയോ, മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്താൽ. ഉമ്മമാരെ, അൽഹംദുലില്ലാ, വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ ഒരു വീഡിയോ, നിങ്ങളിലേക്ക് ഉപകാരപ്രദമായ വീഡിയോ വരുന്നുണ്ട്. വൈകുന്നേരം മഗ്‌രിബ് നമസ്കാരത്തിന് തൊട്ട് മുമ്പ് അൽഹംദുലില്ലാ ദിക്റുകളായി, സ്വലാത്തുകളായി, തസ്ബീഹുകളായി, ഇസ്തിഗ്ഫാറുകളായി, ദുആകളായി ഒരു വീഡിയോ, 2 വീഡിയോ വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിൽ, ഫാമിലി ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ മേളമാണല്ലോ, വാപ്പാക്കൊരു ഗ്രൂപ്പ്, ഉമ്മാക്കൊരു ഗ്രൂപ്പ്, ഉമ്മുമ്മാക്കൊരു ഗ്രൂപ്പ്, ഉപ്പാപ്പാക്കൊരു ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളുടെ മേളാണ്. 1ാം ക്ലാസ്സിൽ പഠിച്ച ടീം, 2ാം ക്ലാസ്, അങ്ങനെ ബാച്ചുകളാണ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇതാകണമെന്നില്ല. ഏത് ഉസ്താദുമാരുടെയും അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ, അത് മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അറിവ് കേൾക്കൽ, അറിവ് പഠിക്കൽ, അറിവ് പകർത്തൽ, അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ, മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10ാമത് നബി തങ്ങൾ പറഞ്ഞു, നമസ്കാരത്തിൽ 1ാമത്തെ സൊഫിൽ പോയി നിൽക്കൽ മലക്കുകളുടെ ദുആ കിട്ടും. ഉസ്താദേ, ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണം, എങ്ങനെയാ നമുക്ക് പള്ളിയിൽ പോയി സഫാട്ട് നിൽക്കാൻ പറ്റും? ഉമ്മ, വീട്ടിൽ മരുമകൾ ഉണ്ടാകും, നീ ഉണ്ടാകും, നിന്റെ മക്കൾ ഉണ്ടാകും. അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് ഉമ്മമാരെ വീട്ടിൽ ജമാഅത്തോടെ നമസ്കരിക്കും. ഓതാൻ അറിയുന്നവർ മുമ്പ് ഇമാമത്ത് നിൽക്കട്ടെ, അറിയാവുന്നവർ ഇമാമത്ത് നിൽക്കട്ടെ, അവിടെ നീ നിസ്കരിക്കുക, അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാർ. ഇനി അതല്ല, ഒറ്റയ്ക്കാണ് താമസിക്കുക, ആ നീയത്തിൽ പടച്ചവനെ ഒറ്റയ്ക്കാണ് നിസ്കരിക്കുക, ആരുമില്ല ജമാഅത്ത്, അള്ളാഹ് നീ കൂലി തരണേ. അല്ലാഹ് ഇന്നമൽ
അഅ്മാലു ബിന്നിയാത്ത് എന്നല്ലേ. ഈ 10 സന്ദർഭങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആരംഭപ്പൂവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പിച്ചോ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആരക്കൊന്നും ഉറപ്പില്ല, കൂടപ്പുറപ്പുകൾ ദുആരക്കൊന്നും ഉറപ്പില്ല. എന്നാൽ അള്ളാഹുവിനെ സദാസമയം ഇബാദത്തെടുക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന 10 കാര്യങ്ങൾ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളും, വൈകുന്നേരം ഇൻഷാ അല്ലാഹ് ദിക്ർ ദുആ മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ചാനൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീതർ നേതൃത്വം കൊടുക്കുന്ന ചാനലാണ് ബദറൻ തീരമെന്ന ആത്മീയ മജ്ലിസ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്, വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഇൻഷാ അല്ലാഹ് 9 മണിയാകുമ്പോൾ രാത്രി ഹദ്ദാദ് റാത്തീബോട് കൂടി തുടങ്ങി മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ, സംഭവങ്ങളിലൂടെ പാടി പറഞ്ഞ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന മജ്ലിസാണ്. അതോടൊപ്പം തിബ്ബുസ്സലാത്തും അസ്മാ ഹുസ്ന ചൊല്ലി ആയിരങ്ങൾ സംഗമിക്കുന്ന ആത്മീയ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അത് പ്രദാനിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ദുആരക്കണം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.